ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങളിലൊന്നായ സേണിൽ ഒരു ഹിന്ദു ദേവന്റെ വിഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, സ്വിറ്റ്സർലൻഡിലെ സേണിന്റെ പരിസരത്ത് ഉയർന്നു നിൽക്കുന്നത് നടരാജ വിഗ്രഹമാണ്. എന്നാൽ ഒരു ചോദ്യം, പരമാണുവിനെയും പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞരുടെ കേന്ദ്രത്തിൽ എന്തിനാണ് ഈ വിഗ്രഹം? അതിലേക്ക് കടക്കുന്നതിന് മുൻപായി സേൺ എന്താണെന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ഗവേഷണ കേന്ദ്രമാണിത്. പ്രപഞ്ചം എങ്ങനെ രൂപപ്പെട്ടു? ദ്രവ്യത്തിന്റെ ഏറ്റവും ചെറിയ ഘടകം എന്താണ്? ബിഗ് ബാങ് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത്? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താനായി ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ ഒത്തുകൂടുന്ന സ്ഥലമാണിത്. പക്ഷേ 2004 ഇന്ത്യ അവിടേക്ക് ഒരു പ്രത്യേക സമ്മാനം നൽകി. അതൊരു യന്ത്രമോ കമ്പ്യൂട്ടറോ ആയിരുന്നില്ല. 6 അടിയോളം വരുന്ന നടരാജന്റെ വെങ്കല വിഗ്രഹമായിരുന്നു അത്. സേണും ഇന്ത്യയുമായി വർഷങ്ങളായുള്ള സൗഹൃദത്തിന്റെ പേരിൽ ഇന്ത്യ സമ്മാനമായി നൽകിയതാണെങ്കിലും എന്തുകൊണ്ടായിരിക്കാം ഒരു ദൈവത്തിന്റെ വിഗ്രഹം തന്നെ സമ്മാനമായി നൽകിയത്? ഇതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. ശിവന്റെ നടരാജ വിഗ്രഹം കോസ്മിക് ഡാൻസ് അഥവാ പ്രപഞ്ച നൃത്തത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ നൃത്തം സൃഷ്ടിയെയും സംരക്ഷണത്തെയും നാശത്തെയും പുനർജന്മത്തെയും സൂചിപ്പിക്കുന്നു. അതിശയകരമായ കാര്യം എന്തെന്നാൽ ആധുനിക ഭൗതിക ശാസ്ത്രവും പ്രപഞ്ചത്തെ കാണുന്നത് നിരന്തരമായ ചലനത്തിന്റെയും ഊർജത്തിന്റെയും മാറ്റങ്ങളുടെയും ലോകമായിട്ടാണ്. നമ്മൾ സ്ഥിരമാണെന്ന് കരുതുന്ന ഓരോ വസ്തുവിന്റെയും ഉള്ളിൽ അനവധി കണങ്ങൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു രീതിയിൽ പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ ഒരു മഹാനൃത്തത്തിലാണ്. ഇതേ ആശയമാണ് നടരാജ വിഗ്രഹം പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സേണിൽ ആ വിഗ്രഹത്തിന് സ്ഥാനം ലഭിച്ചതും. ഇത് മതപരമായ ആരാധനയ്ക്കല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ച രീതിയെയും ഇന്ന് ശാസ്ത്രം നടത്തുന്ന അന്വേഷണത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രതീകമാണ്. എന്നാൽ ഹിന്ദു തത്വചിന്ത ഇതിലും ആഴമുള്ളൊരു കാര്യം പറയുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാം മാറ്റത്തിന് വിധേയമാണ്. ജനിക്കുന്നതെല്ലാം ഒരു നാൾ ഇല്ലാതാകും, അവസാനിക്കുന്നതെല്ലാം മറ്റൊരു രൂപത്തിൽ വീണ്ടും ആരംഭിക്കും. നടരാജന്റെ നൃത്തം വെറും ഒരു സംഹാര താണ്ഡവം മാത്രമല്ല, അത് ജീവിതത്തിന്റെ രഹസ്യമാണ്. സുഖവും ദുഃഖവും വിജയവും പരാജയവും ജനനവും മരണവുമെല്ലാം ഈ മഹാനൃത്തത്തിന്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് ഹിന്ദു ദർശനം പറയുന്നത് മാറ്റത്തെ ഭയപ്പെടരുത്, കാരണം മാറ്റമാണ് പ്രപഞ്ചത്തിന്റെ സ്വഭാവം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, കണങ്ങളുടെ ചലനത്തെ ശാസ്ത്രം സമവാക്യങ്ങളിലൂടെ വിവരിക്കുമ്പോൾ അതേ സത്യത്തെ പുരാതന ഋഷിമാർ പ്രതീകങ്ങളിലൂടെയും തത്വചിന്തയിലൂടെയും വിവരിക്കാൻ ശ്രമിച്ചതായിരിക്കുമോ ഇതെല്ലാം? ഒരുപക്ഷെ ശാസ്ത്രവും ആത്മീയതയും പരസ്പരം എതിരല്ല, അവ ഒരേ സത്യത്തിലേക്ക് വ്യത്യസ്ത വഴികളിലൂടെ നടത്തുന്ന 2 യാത്രകളായിരിക്കാം.